ദിവസത്തേക്കാണ് നമ്മുടെ ഈ ഒരു യാത്ര. നമ്മുടെ കൂടെ 13 പേരുണ്ട്, ഞാനടക്കം. അപ്പോൾ 4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ അഗത്തി ഐലൻഡിൽ നമ്മൾ ലാൻഡ് ചെയ്യും. ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എലൈൻസ് എയറാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഡേറ്റ് ജനുവരി 16 19 നമ്മൾ തിരിച്ചു വരിക. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ദിവസം വന്നെത്തിയത്. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, 2 മാസം മുമ്പാണ്, നവംബറിലാണ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. പണ്ട് നമ്മുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കുറേ മെമ്പേഴ്സ് നമ്മളുടെ ഡോറയുടെ പ്രയാണത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതൊരു വലിയൊരു സന്തോഷമാണ്. പിന്നെ നമുക്കറിയാലോ, പെട്ടെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്നാ 1 ലക്ഷദ്വീപ് പോയി വരാം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലമേ അല്ല. കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു നല്ല കാത്തിരിപ്പ് ഉള്ള ഒരു സ്ഥലമാണ്. പണ്ട് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പെർമിറ്റിന് അപ്ലൈ ചെയ്ത് പെർമിറ്റ് കിട്ടിയതിന് ശേഷം മതി നമുക്ക് ഫ്ലൈറ്റൊക്കെ ടിക്കറ്റ് എടുക്കാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സിസ്റ്റമൊക്കെ മാറി. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. നേരത്തെ പറഞ്ഞല്ലോ, 2 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡേറ്റ് കിട്ടിയത്. 9 മണിക്ക് തന്നെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. റണ്ണിങ് ടൈം ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപാണ് അഗത്തി. അപ്പോൾ അഗത്തിയിലേക്കുള്ള ലാൻഡിങ്ങിലാണ് നമ്മൾ. നീലക്കടൽ അല്ലേ, ആ നീലക്കടൽ പെട്ടെന്ന് മാറി അഗത്തി അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ദ്വീപിൻ്റെ കളറാണ് നമ്മളെല്ലാവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം എന്ന് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ലേ. അപ്പോൾ ആ കളർ കണ്ടുകൊണ്ടാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കേട്ടോ. അതിന് പറ്റുന്ന രീതിയിലുള്ള വളരെ ചെറിയൊരു ഫ്ലൈറ്റുമാണ്. അതായത് 70 പേർക്കാണ് ഇതിനകത്ത് ഇരിക്കാനുള്ള, അല്ലെങ്കിൽ അത്രയും പേര് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റാണ്. ഇവിടെ കണ്ടില്ലേ, ഇറങ്ങി വഴിക്കേണ്ട എല്ലാവരുടെ മുഖം ഒന്ന് നോക്കൂ. ഭയങ്കര ഒരു സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എല്ലാവരുടെ മുഖത്ത് കാണാനില്ലേ. ഇതിവിടെ വന്നിട്ടുള്ള എല്ലാവരുടെ ഫീലിംഗ് ഇത് തന്നെയാണ് കേട്ടോ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. അപ്പോൾ അത് നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ലാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാണ്ട് ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും വരും. ഞാനും എക്സൈറ്റഡ് ആണ്. ഞാൻ ഇതിന് മുമ്പ് 4 വർഷം മുമ്പാണ് ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്കറിയാമല്ലോ, കൊറോണ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഈ PCC വേണം അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് പിന്നോട്ട് പോകും. പിന്നെ അത്രയും പോകണം, പോയാലേ പറ്റൂ, കാത്തിരിക്കാൻ റെഡിയാണ് എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് എന്താ പറയുക, കാത്തിരുന്ന് ആ ഒരു ദിവസം വരുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊരു വേറെ ലെവലാണ്. അപ്പം എനിക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് അറിയാൻ. കണ്ടോ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്ന് പോയതിൻ്റെ ഫ്ലെക്സ് ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണുന്നുണ്ട്. നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വളരെ ചെറിയ ഒരു എയർപോർട്ടാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കാണിക്കുക. ടിക്കറ്റ് മീൻസ് നമ്മുടെ പെർമിറ്റ് കാണിക്കുക. പെർമിറ്റിന് സീല് വയ്ക്കും. കണ്ടില്ലേ, അറൈവൽ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ പുറം ഭാഗം കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനുള്ള നമ്മളുടെ സ്പോൺസർ അല്ലെങ്കിൽ നമ്മളുടെ ട്രാവൽ പാർട്ണറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. 2 വണ്ടിയായിട്ടാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പം നേരെ എയർപോർട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നല്ല അത്യാവശ്യം വെയിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നേരെ ഇതാണ് കാണുക. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ തന്നെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ കാണുന്ന ഈ ഒരു വലിയ പന്തൽ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പ്രൈം മിനിസ്റ്റർ വന്ന സമയത്ത് സംസാരിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത കാര്യങ്ങളും സ്റ്റേജും സംഭവങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊന്നും അഴിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വലിയ കട്ടൗട്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു പോയതും അതിനെ പറ്റിയിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു മാറ്റവും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്തവണ അതിൻ്റെയും കൂടെ ഒരു സന്തോഷമുണ്ട്. കാര്യം കുറച്ചും കൂടെ വൈബായിട്ട് നിൽക്കുന്ന കറക്റ്റ് ടൈമിലാണ് നമ്മൾ വീണ്ടും വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അഗത്തി ദ്വീപ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു സ്ഥലമേ അല്ല.
വളരെ ആകെ 8 കിലോമീറ്റർ ആണ് ഈ അഗത്തി ദ്വീപിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ അത് കവർ ചെയ്യാൻ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൊണ്ട് നമുക്കത് മുഴുവൻ ചുറ്റി കാണാം അല്ലേ. അപ്പോൾ നമ്മളിത് ഇനി താമസിക്കുന്നത്, നമ്മളൊരു വീടാണ് എടുത്തിരിക്കുന്നത്. 13 പേരാണ് നമ്മളുള്ളത്. 6 റൂമുള്ള ഒരു വീടാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ബീച്ചിൻ്റെ നേരെ മുന്നിൽ, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി ഇറങ്ങുള്ളൂ കേട്ടോ. രാവിലെ നമുക്ക് എല്ലാവർക്കും നടക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നൈറ്റിൽ വേണമെങ്കിൽ രാത്രി വേണമെങ്കിൽ ഇറക്കി നടക്കാം. ഇവിടെ കള്ളന്മാരോ കൊള്ളക്കാരന്മാരോ ഒന്നും ഇല്ല. ഞങ്ങളെ ലക്ഷദ്വീപിൽ മൊത്തം 36 ഐലൻഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഐലൻഡാണ് അഗത്തി ഐലൻഡ്. 10 ഐലൻഡിലാണ് ജനവാസം ഉള്ളത്. ബാക്കിയെല്ലാം ഇൻഹാബിറ്റഡ് ഐലൻഡാണ്. ദ്വീപിനെ കുറിച്ച് ചെറിയ ഒരു എന്താ പറയുക വിവരണം പറഞ്ഞു കൊടുത്താണ് നമ്മുടെ ഹാഷിം. ആ ഹാഷിമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമാണിത്. റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന ഈ വ്യൂ കണ്ടോ, സൂപ്പർ അല്ലേ? വെള്ളത്തിൻ്റെ നിറമാണ് അല്ലേ, അയ്യോ ഒന്നും പറയണ്ട. അപ്പം അങ്ങനെ ഭംഗിയുള്ള ഒരു അന്തരീക്ഷം. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്കുള്ള ഊണിനുള്ള ടൈമായി. അപ്പോൾ ഊണൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു വീട്ടിൽ കാണുന്ന പോലെ ഉള്ളിലിരുന്ന ഒരു ഡൈനിങ് ഒന്നും ആയിരുന്നില്ല. നേരെ പുറത്താണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നട്ടുച്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, നിങ്ങൾ വിചാരിക്കും നല്ല ചൂടാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. കാരണം ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുമായിരുന്നു, ചെറിയൊരു ചൂടും ഉണ്ട്. അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു എന്താ പറയുക ഫീലിരുന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 4 മണിക്കാണ് നമ്മൾ സൈറ്റ് സീയിന് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ആളുകൾ മുഴുവനും വെള്ളത്തിലാണ്. നോക്കൂ, നിങ്ങൾക്ക് അവിടുന്ന് കാണാറുണ്ട്, അതേ കണ്ട കുഞ്ഞു ഇതായിട്ട് കാണുന്നത് നമ്മുടെ ആളുകളാണ്. അപ്പം റെസ്റ്റ് എടുക്കാണ്ട് ബീച്ചിൽ ഈ വെയിലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാലോ, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായതുകൊണ്ട്, നമ്മുടെ നാട്ടിലായാലും ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരേ വൈബുള്ള ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ പക്ഷെ ഈ വെയിലിനെ പേടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ കണ്ടൊരു മരം കണ്ട, ഈ മരത്തിൻ്റെ കീഴെയാണ് ഞാൻ. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും അവിടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക വെള്ളത്തിൽ കിടന്നുകൊണ്ട്. അപ്പം എന്തായാലും നമുക്കൊന്ന് വെയിലാറിയിട്ട് നമ്മൾ ഇന്ന് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങും. ഇവിടെ അഗത്തിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ. അതായത് 4 മണിക്ക് നമുക്ക് ഇവിടുത്തെ അഗത്തിയിലുള്ള തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ആദ്യം നമ്മളുടെ മ്യൂസിയമാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ വളരെ അടുത്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേറെയും ബീച്ചിലൊക്കെ പോകാനുള്ളത് കൊണ്ട് നമ്മൾ വണ്ടിയിൽ പുറപ്പെട്ടു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സമയവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഇത് ഇങ്ങനത്തെ വളരെ ചെറിയൊരു ഏരിയയാണ്. അഗത്തി ദ്വീപ് എന്ന് പറയുന്നത് വെറും 8 കിലോമീറ്റർ ആണുള്ളൂ. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് കാണാൻ പോലും കുറച്ച് സമയം വേണം. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കത് ഫുൾ കവർ ചെയ്യാം. പക്ഷേ നമുക്ക് ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ എല്ലാം ഒരു പുതുമയാണല്ലോ. കാരണം ഇവിടുത്തെ ചെറിയ സൗകര്യങ്ങളോടുകൂടെയുള്ള ലൈഫ് ഓരോരുത്തരുടെ
അപ്പം അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ മ്യൂസിയത്തിലെത്തിയത് തന്നെ ഒരു രസമാണ് കേട്ടോ. കാര്യം മ്യൂസിയത്തിൻ്റെ ഡോറ് തുറന്നത് ഞാനാണ്. അപ്പം അത് പൂട്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെ ടിക്കറ്റൊന്നും ഇല്ല. അപ്പം കുറച്ച് കാര്യങ്ങൾ, അതായത് ലക്ഷദ്വീപിൻ്റേതായിട്ടുള്ള കുറച്ച് പഴയ കാര്യങ്ങൾ, ഇത് നമുക്ക് ചിരവ എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പെയിൻറ്റിങ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആ ദ്വീപിനെക്കുറിച്ചും അങ്ങനെ ചെറിയ വിവരണങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ മ്യൂസിയം കേട്ടോ. അപ്പം എന്തായാലും ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ കാണുക, വളരെ അടുത്ത് തന്നെയാണ്. ഇനി കുറച്ച് നേരം നമ്മൾ അവിടെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളത് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അന്താൻ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്താൻ എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടായിരുന്നു, ആൾക്ക് അവിടെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുടെ പേരാണ് ആ ബീച്ചിന് വന്നത് എന്നാണ് പറയുന്നത്. കാര്യം ഇവിടെ ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ഒരുപാട് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടുകൾ അങ്ങനെയല്ല. അതായത് എല്ലാം ദ്വീപാണ് അല്ലെങ്കിൽ എല്ലാം ബീച്ചാണ്. അപ്പോൾ അതിന് പേര് വന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി. തെങ്ങൊക്കെ നിൽക്കുന്നത് കാണാൻ, ഈ പ്രത്യേക ഒരു ബീച്ചിൻ്റെ സൈഡിൽ തെങ്ങ് നമ്മളെപ്പോഴും കാണുന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിലും ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇവിടെ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ കുറച്ച് അവിടുന്ന്, ആ മ്യൂസിയത്തിൻ്റെ അവിടുന്ന് വളരെ കുറച്ച് ദൂരം തന്നെ ഇങ്ങോട്ടേക്കുള്ളൂ. എല്ലാം നല്ല ക്ലീനാണ് എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നും. കാര്യം ഇവരുടെ കടലിനെ സംരക്ഷിക്കുന്നതാണെങ്കിലും സ്ഥലങ്ങളൊക്കെ നീറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കുന്നതും അതൊക്കെ നമ്മൾ കണ്ടു പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് വന്നു. മീൻസ് ഇവിടെ ചെറിയൊരു സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ച ഒരു ടീ ഷോപ്പും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഊഞ്ഞാൽ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അതൊരു അസാധ്യ ഭംഗിയാണ്, ഒരു വല്ലാത്ത ഫ്രെയിമാണല്ലോ. ഞാൻ പിന്നെ പറയണ്ടല്ലോ, ലക്ഷദ്വീപ് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കൂടെയാണ്. അപ്പം നമ്മളെല്ലാവരും അതിനുള്ള ശ്രമത്തിലാണ്. നല്ല ഭംഗിയുള്ള ഇതുണ്ട്, ഒരു ടയറാണ് അവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി നോക്കി നോക്കൂ, എന്ത് രസമാണ് കാണാം അല്ലേ. നമ്മൾ അന്താൻ ബീച്ചിൽ നിന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളത് അടുത്ത ബീച്ചിലേക്ക് പോകാൻ പോവാണ്. നല്ല ബീച്ചാട്ടോ, അധികം ആളുകളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല രസമുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. അന്താൻ. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടാലോ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ലക്ഷദ്വീപ് സീരീസ് ആണ് ഇനി കുറച്ച് ദിവസം. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.